ഒപ്പം തന്നെ സെയ്ഫ്, ഇപ്പൊ നമുക്കറിയാം സർക്കാരാണ് ഒരു സമവായത്തിന് മുൻകൈ എടുക്കുന്നത്. മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ടുകൊണ്ട് തന്നെ ഒരു പ്രശ്നം അവസാനിപ്പിക്കണം. അതിന് കാരണമായി പറയുന്നത് സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ സർക്കാർ അത്തരം ഒരു മുൻകൈ എടുക്കുമ്പോഴും VCO അതിന് പിന്നിൽ ഗവർണർ ഒട്ടും വഴങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം KS അനിൽകുമാറിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ അനിൽകുമാർ പുറത്തു പോയാൽ മാത്രമേ തീരൂ എന്ന നിലപാടിൽ VC ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നിലവിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ ഇത്രയും മുൻകൈ എടുക്കുമ്പോൾ ഒട്ടും വഴങ്ങാതിരിക്കുകയും നിലപാടിൽ മാറ്റമില്ലാതിരിക്കുകയും ചെയ്യുന്ന VCയും വിമർശനം ഏറ്റുവാങ്ങേണ്ടതുണ്ട്. കാരണം സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ഭാവി കൂടിയാണ് ഇത്തരത്തിൽ പന്താടുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്, ഇപ്പൊ 2-3 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നപ്പോൾ നമ്മൾ കണ്ടത് SFIക്കാർ കണ്ട് കാല് വിട്ടും എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് താൻ വരാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടായത്. SFIക്കാർ അത് മറുപടി പറഞ്ഞത് ഞങ്ങൾ ആരെയും ഉപദ്രവിക്കുമെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ആ പ്രശ്നം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊരു സന്ദേശം നൽകിയിരുന്നു. അതിനുശേഷം മന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിച്ചതിന് ശേഷമാണ് VC അവിടേക്ക് ഇന്നലെ എത്തിച്ചേരാൻ വേണ്ടി തീരുമാനമെടുക്കുകയും സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടുകയും ചെയ്തത്. അവിടെ 2000-ഓളം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ പെൻഡിംഗ് ആയി കിടക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷയമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് അവർക്ക് തുടർ പഠനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് പിന്നീട് നെഗറ്റീവ് മാർക്ക് ഉണ്ടാക്കുമെന്ന് കരുതിയിട്ടാണോ സംസ്ഥാന സർക്കാർ അത് ചെയ്തത് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ജിൽസി സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രജിസ്ട്രാറിന്റെ വിഷയം KS അനിൽകുമാറുമായി ബന്ധപ്പെട്ട വിഷയം എവിടെയാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യം. ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർവകലാശാല സെനറ്റിനകത്ത് പരിപാടി നടക്കുന്നു, അതിന് അനുമതി റദ്ദാക്കുന്നു. അവിടെ ആ ചിത്രം വെക്കാൻ പറ്റില്ല, കാവിക്കൊടി എന്റെ സ്ത്രീയുടെ ചിത്രം വെക്കാൻ പറ്റില്ല എന്ന് രജിസ്ട്രാർ പറയുന്നു. അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോ രജിസ്ട്രാറെ മാറ്റാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമതൊരാൾക്ക് ചുമതല നൽകുകയാണ് സംസ്ഥാന സർക്കാർ ഇടത് സിൻഡിക്കേറ്റ് എന്നുണ്ടെങ്കിൽ ഈ കാവിക്കൊടി എന്റെ സ്ത്രീയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അവർ നടത്തിവന്ന സമരങ്ങൾക്ക് യാതൊരു ആത്മാർത്ഥതയില്ല എന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് അതിനെ അനുമാനിക്കാൻ കഴിയും. അതങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് രാജേഷ്. സെയ്ഫ്, എന്നാൽ ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഒരു സമവായത്തിലേക്ക് സർക്കാർ വരുന്നുണ്ട്, എന്നാൽ രജിസ്ട്രാറെ മാറ്റാതെ ഒരു സമവായത്തിനുമില്ല. രജിസ്ട്രാർ പുറത്തു പോകട്ടെ, മിനി കാപ്പൻ ചുമതല ഏറ്റെടുക്കട്ടെ എന്നുള്ളതാണ് VCയുടെ നിലപാട്. സർക്കാരിന്റെ VCയുടെ നിലപാടുകളെ കോൺഗ്രസ് എങ്ങനെ കാണുന്നു?